ഗുഡ് ഈവനിങ് വിത്ത് കൺഫ്യൂഷൻ ഫാക്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ശ്രീലിസ് ശ്രീധർ. നമ്മൾ കൺഫ്യൂഷൻ ഫാക്ടിന്റെ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിന് വെളിച്ചം എന്നറിയപ്പെടുന്ന ആരാണ്? രണ്ടാമത്തെ ചോദ്യം: ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്ന ആരാണ്? ഉത്തരം നമുക്ക് കടക്കാം. ലോകത്തിന് വെളിച്ചം എന്നറിയപ്പെടുന്നത് യേശുക്രിസ്തുവാണ്. ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. കൺഫ്യൂഷൻ ഫാക്ടിന്റെ രണ്ടാമത്തെ മേഖലയിൽ നമ്മൾ കടക്കുന്നു. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. മൂന്നാമത്തെ ഭാഗം നമുക്ക് കടക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരളീയ ഇസ്ലാം നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഗുഡ് ഈവനിങ് വിത്ത് കൺഫ്യൂഷൻ ഫാക്ടിനെ 3 മേഖലകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഗുഡ് ഈവനിങ് വിത്ത് കൺഫ്യൂഷൻ ഫാക്ടിന്റെ മറ്റൊരു ഭാഗമായി നമ്മൾ നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.